ഫെബ്രുവരി 15 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചു. സുതാര്യത ഉറപ്പുവരുത്താൻ ഇലക്ടറൽ ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ SBIയോടും അത് പബ്ലിഷ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനോടും നിർദ്ദേശിച്ചു. 26 ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ സമയം തേടുകയാണ് രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ബാങ്കിംഗ് സ്ഥാപനം ചെയ്തത്. നാളെ 5 മണി എന്ന സുപ്രീം കോടതിയുടെ ശാസനത്തെ തുടർന്ന് വെളിപ്പെടുത്തിയ വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയതിനെ തുടർന്ന് ആ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇന്നും രേഖകൾ പൂർണ്ണമല്ല എന്ന് സുപ്രീം കോടതി വിമർശിക്കുന്നു. ആ ചോദ്യം വീണ്ടും SBIക്കെതിരെ ഉയരുന്നു. ഒരു ദേശസാൽകൃത ബാങ്കിന്, രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ബാങ്കിംഗ് സ്ഥാപനത്തിന് സുപ്രീം കോടതിക്ക് മുന്നിൽ ഒളിച്ചു കളിക്കേണ്ട ആവശ്യം എന്താണ്? അത് BJPക്ക് വേണ്ടിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അപ്പോൾ ആരുടെ ബാങ്ക്? SBIയുടെ ബോണ്ട് ആരോട്? BJPക്ക് വേണ്ടി രാഷ്ട്രീയ കളിയോ? കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈമിൽ വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. BJPയിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം ലിജു, CPMൽ നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ. ആകെ പുറത്തുവിട്ട വിവരങ്ങളിൽ ഏതാണ്ട് 1260 കമ്പനികളോ അല്ലെങ്കിൽ വ്യക്തികളോ 12,769 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത്. അതിൽ ആദ്യത്തെ 20 കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ മാത്രം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഏറെക്കുറെ അതിൻ്റെ പകുതിയോളം തുകയുടെ ബോണ്ടുകളുമാണ്. ഇത്തരത്തിലുള്ള പല വിവരങ്ങൾ, ഈ പറയുന്ന മാച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നിരുന്നാലും ഈ വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന് ഇന്ന് സുപ്രീം കോടതി വീണ്ടും വിലയിരുത്തുന്നു. SBIയോട് പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് രാജ്യത്തെ പരമോന്നത കോടതി വിധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുതാര്യമാകുന്നതിന് വേണ്ടി ഇത് പബ്ലിഷ് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാകുന്നത് തിരിച്ചറിയുന്ന നിമിഷം ഒരൊറ്റ ക്ലിക്കിൽ കിട്ടുന്ന വിവരങ്ങൾ എന്നു നേരത്തെ തന്നെ ധനകാര്യ സെക്രട്ടറി അടക്കം വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ SBI മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ, പലതവണ കോടതി അത് ആവശ്യപ്പെട്ടിട്ടും മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കും എന്ന ചോദ്യം സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്നതുമാണ്. ശ്രീ സന്ദീപ് വാര്യർ, SBI പഴി കേൾക്കുന്നത് ആർക്കു വേണ്ടിയാണ്? മാധു, ഇക്കാര്യത്തിൽ നിങ്ങൾ SBIയുടെ ഒരു പ്രതിനിധിയായിരുന്നു ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്. കാരണം SBI ബാങ്ക് എന്നുള്ള നിലയ്ക്ക് അവർക്ക് പറയാനുള്ളത് അവരാണ് കോടതിയിൽ പറയുന്നത്. എനിക്ക് BJPയുടെ അഭിപ്രായം പറയാൻ സാധിക്കും ഇക്കാര്യത്തിൽ. SBIയുടെ അഭിപ്രായം പറയേണ്ടത് SBIയുടെ പ്രതിനിധിയാണ്. SBI വിവരങ്ങൾ മറച്ചു വെക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇനി പറയാമോ? BJPക്ക് വേണ്ടി അങ്ങത്തരം വിവരങ്ങൾ മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യവും രാജ്യത്തില്ല. ഇത് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ, ആ രേഖകൾ സംഘടിപ്പിക്കാൻ താമസമില്ലെങ്കിൽ അത് കൊടുക്കുന്നതിൽ BJPക്ക് ഒരു തരത്തിലുള്ള വിരോധത്തിൻ്റെയും അടിസ്ഥാനമില്ല, ആവശ്യവുമില്ല. ഇവിടെ നോക്കൂ, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഇലക്ട്രൽ റിഫോംസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ ഭാഗമായി 2018 വന്നിട്ടുള്ളതാണ്. അന്ന് ഈ ഇലക്ട്രൽ റിഫോംസിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട്സ് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന കോൺഗ്രസിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും അതിൽ കാര്യമായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും അതിനെ സ്വീകരിക്കുകയും അവരെല്ലാവരും തന്നെ ഇലക്ട്രൽ ബോണ്ട്സ് വഴി സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ പ്രശ്നം എന്താ? സ്വാഭാവികമാണ്, രാജ്യത്ത് ഭരണ സംവിധാനത്തിലുള്ള, രാജ്യത്ത് കൂടുതൽ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതലായിട്ട് സംഭാവന ലഭിക്കും. നേരത്തെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ അവർക്കായിരുന്നു കൂടുതൽ സംഭാവനകൾ ലഭിച്ചിരുന്നത്. രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ വലിയ വ്യവസായികളിൽ നിന്ന്, വലിയ പ്രമുഖരിൽ നിന്നൊക്കെ കൂടുതൽ സംഭാവന അക്കാലത്ത് ലഭിച്ചിരുന്നത് കോൺഗ്രസിനായിരുന്നു. ഇന്ന് കാലം മാറി, BJP അധികാരത്തിൽ വന്നു. രാജ്യത്തെ 70% സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറി. സ്വാഭാവികമായിട്ടും BJPക്ക് കൂടുതൽ ആളുകൾ സംഭാവന കൊടുക്കാൻ തുടങ്ങി. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് എന്താ? കോൺഗ്രസിന് 1400 കോടിയേ കിട്ടിയുള്ളൂ, BJPക്ക് 6000 കോടി കിട്ടി. ഇത്രേ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയത് അഴിമതി പണവും അവർക്ക് കിട്ടിയത് മുഴുവൻ നല്ല പണവും എന്നെങ്ങനെയാണ് വിവക്ഷിക്കുന്നത്? ഏത് രീതിയിലാണ് അവർക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഇവിടെ കോൺഗ്രസിന് 1400 കോടി കിട്ടിയിരിക്കുന്നു. അവരുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള, ഒരുപക്ഷെ നാളെ അവരൊരുമിച്ച് നിൽക്കാൻ സാധ്യതയുള്ള അവരുടെ മുന്നണിയുടെ ഭാഗമായിരുന്ന മമതാ ബാനർജിക്ക് കിട്ടിയിട്ടുള്ളത് 1600 കോടി. തമിഴ്നാട്ടിൽ DMKക്ക് കിട്ടിയിട്ടുണ്ട് 1600 കോടി. ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവർക്കും ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് പണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആകെ സംഭാവനയിൽ 51% മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട്സ് വഴി കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന് ഏകദേശം 67% തുകയും കിട്ടിയത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. DMKക്ക് 91% തുക കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. TMCക്കും അതുപോലെ തന്നെയാണ് 90% തുക കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്കാണ്. അപ്പോൾ ആ പണം മുഴുവൻ എന്താണ്? അപ്പോൾ BJPക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇവരെല്ലാവരും ഇലക്ട്രൽ ബോണ്ട്സ് വഴിക്ക് സംഭാവന വാങ്ങിയ ആളുകളാണ്.
അങ്ങനെ രാജ്യത്ത് നോക്കൂ, ഇലക്ട്രൽ ബോൺസ് വഴിക്ക് വാങ്ങുന്ന സംഭാവനകളൊക്കെ തെറ്റാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഇലക്ട്രൽ ബോൺസ് വഴിക്ക് സംഭാവനകൾ നൽകുന്നതിന് മുൻപായിട്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന രീതി എന്തായിരുന്നു? ഈ വിവരങ്ങൾ മറച്ചു വെക്കുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി രേഖപ്പെടുത്തിയ ആശങ്കയെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടിനെ അന്ന് ആരും എതിർത്തില്ല എന്നാണ്. തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധിക്ക് അതിനോട് എതിർപ്പുണ്ടായിരിക്കും. അന്നും ഇന്നും എന്നും അവർ അതിനെ എതിർത്തിട്ടുണ്ട്. ഒരു പൈസ പോലും അതിൽ സംഭാവന നേടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, BJP-ക്ക് വേണ്ടി SBI അത് ചെയ്തു എന്നല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടി ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം അതിന് പിന്നാലെ ഉണ്ടായോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്തിന് രാജ്യത്തെ ഏറ്റവും ശക്തമായ ധനകാര്യ സ്ഥാപനം, ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് വിവരങ്ങൾ നൽകാൻ സാവകാശം തേടുകയും പിന്നീട് അപൂർണമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യണം? മാധു, ഞാൻ പറഞ്ഞല്ലോ, അത് SBI പറയേണ്ട മറുപടിയാണ്. അതെങ്ങനെ ഞാൻ പറയും? അല്ല, SBI അവർ സ്വാഭാവികമായിട്ടും സമയം ചോദിച്ചു കാണും. അത് അവർ കോടതിയുമായി സംസാരിക്കുന്ന കാര്യമല്ലേ? സമയം ചോദിച്ചു കഴിഞ്ഞ ദിവസം നൽകണമെന്ന് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഈ പകുതി വെന്ത വിവരങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് രാജ്യത്ത് ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് അതിലെ ഈ രാജ്യത്തുണ്ടാകുന്ന സ്ഥാപനങ്ങൾ ക്രമരഹിതമായ ഇടപാടുകൾ നടത്തുന്നത് ആ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ല എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നത്? അല്ല, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവാണ് അത്. തീർച്ചയായിട്ടും ഒരു ദേശസാൽകൃത ബാങ്കിന്റെ ഭരണസമിതിക്ക് അത് പാലിച്ചേ മതിയാകൂ. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും. അതിലെന്താ തർക്കമുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ. ജൂൺ വരെയാണ്, ജൂൺ 30 വരെ സമയം ചോദിച്ചു. എന്തിനാണ്? ഈ നാട്ടിലെ തിരഞ്ഞെടുപ്പ് നടക്കണം, ജനങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും അതിന് പിന്നിലെ രാഷ്ട്രീയം കാണാനുമുള്ള സാവകാശം കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി അതിലുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സമയം കിട്ടിയില്ല, അപ്പോൾ പിന്നെ വലിയ തകരാറില്ലാത്ത വിവരങ്ങളാകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ. അല്ല മാധു, ഇതൊക്കെ നിങ്ങളുടെ സ്പെക്കുലേഷൻസ് അല്ലേ, നിങ്ങളുടെ ഊഹങ്ങളല്ലേ നടക്കുന്നത് മുഴുവൻ. ഇതിനു മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ, ഇതല്ലെങ്കിൽ എന്താ പറയുക, ഈ സംഭാവന നൽകിയവരുടെ പേരുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ എവിടെ ഇടിഞ്ഞു വീണത്? ആർക്കൊക്കെ സംഭാവനകൾ കിട്ടിയിട്ടുണ്ട്? കോൺഗ്രസിന് എത്ര കിട്ടിയിട്ടുണ്ട്? DMK-ക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? TMC-ക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? BJP-ക്ക് കിട്ടിയതിനോളം തുല്യമായിട്ടുള്ള തുകയാണ് ഇവർ ഇന്ത്യ അലയൻസിന് മൊത്തമായിട്ട് കിട്ടിയിട്ടുള്ളത്. 10,000 കോടി രൂപ വാങ്ങിയിരിക്കുന്നവരാണ്. അവരാണ് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ അഴിമതിയാണെന്ന് പറയുന്നത്. ഇതെന്ത് ന്യായീകരണ ഉള്ളത്? BJP-ക്ക് സംഭാവന കിട്ടിക്കഴിഞ്ഞാൽ അത് മോശം, അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം ന്യായം. പാർട്ടികൾക്ക് കിട്ടിയ പണം ഒരു തൂക്കി നോക്കിയിട്ടല്ല എന്ന് അങ്ങേക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞതുകൊണ്ടാണ് അഴിമതിയാണ് എന്നും സുതാര്യത അല്ല എന്നും പറയുന്നത്. അത് എന്തിനാണ് അങ്ങ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലെ തൂക്കം നോക്കുന്നത് എന്ന് പറയുന്നത്? എല്ലാവർക്കും ബാധ്യതയുണ്ട്, ഞങ്ങളെ മാത്രം എന്തിന് എന്ന് ചോദിച്ചുള്ള ഒരു ലളിതവൽക്കരണമാണ്. അതല്ല ഇവിടെ നടക്കുന്നത്. രാജ്യത്തെ കോടതി പറഞ്ഞു അത് വിശ്വസനീയമല്ല, അത് സുതാര്യമല്ല. അല്ല, ഞാൻ പറയട്ടെ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മാധു എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇലക്ട്രൽ ബോൺസ് ഉണ്ടായി എന്നതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ചോദ്യം രണ്ടാമത് ആവർത്തിക്കേണ്ടി വന്നത്. ഇലക്ട്രൽ ബോൺസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രൽ ബോൺസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന സാഹചര്യം എന്താ? അത് നിങ്ങൾ പരിശോധിക്കണ്ടേ? ഈ ഇലക്ട്രൽ ബോൺസിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുമില്ല. അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാകാം, തീർച്ചയായിട്ടും ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്താ? പൂർണ്ണമായിട്ടും കള്ളപ്പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇലക്ട്രൽ ഫണ്ടിംഗ് ആയിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. ആ ഇലക്ട്രൽ ഫണ്ടിങ്ങിലേക്ക് രാജ്യം തിരിച്ചു പോകണോ എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അനുസരിച്ച് ചുരുങ്ങിയ പക്ഷം ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെയാണ് പണം കൈമാറുന്നത്. ഏത് പാർട്ടിക്ക് പണം കിട്ടി എന്ന് സംബന്ധിച്ച റെക്കോർഡുകളുണ്ട്. ഏത് ബാങ്കിൽ നിന്ന് ഈ പണം പോയി, ബോണ്ടുകളായി പോയി എന്ന് സംബന്ധിച്ച റെക്കോർഡുണ്ട്. ഈ റെക്കോർഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ റെക്കോർഡ് എവിടെ ഉണ്ടായിരുന്നു? ഇപ്പോഴും പൂർണ്ണമായി അവൈലബിൾ അല്ല. അതിന്റെ പ്രൈവസി എന്ന് പറയുന്നതിന് മാത്രമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് അതിന്റെ സുതാര്യതയ്ക്ക് ഒരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് പണം കൊടുത്തു എന്ന്. അത് അറിയാതിരിക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം നടന്നത് വളരെ സുതാര്യമായ ഒരു കാര്യമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഒറ്റ ചോദ്യം, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു ആർക്ക് സംഭാവന കൊടുത്തു, എത്ര പണം കൊടുത്തു ഒന്ന് പറഞ്ഞു? അല്ല, ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞില്ലേ? അതോ അതിന് മുമ്പ് പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നോ? അല്ല, വലിയ ആ വർത്താനം പറയണ്ട.
അല്ല ആ വർത്താനം ഏത് വർത്താനം പറയണമെന്ന് അങ്ങ് ഏത് വർത്തമാനം അങ്ങ് പറയണമെന്ന് ഞാൻ തീരുമാനിക്കാത്തത് പോലെ വർത്തമാനം പറയണമെന്ന് തീരുമാനിക്കരുത്. നേരത്തെയുള്ള സിസ്റ്റം കൂടുതൽ നിങ്ങൾ എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഈ സിസ്റ്റം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത്. ഈ വാദം സുപ്രീം കോടതിക്ക് മുൻപാകെ ചെന്നില്ല എന്നാണോ ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്? അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. മാധു തടസ്സപ്പെടുത്തല്ലേ, ഞാൻ കൃത്യമായ കാര്യം പറയട്ടെ. ഇലക്ട്രൽ ബോൺസ് വരുന്നതിന് മുമ്പുള്ള സംവിധാനം എന്ന് പറയുന്നത് ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനമായിരുന്നില്ല. പൂർണ്ണമായിട്ടും കള്ളപ്പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് ആണ് രാജ്യത്തുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കും മാധുവിനും ചർച്ച കാണുന്നവർക്കും മുഴുവനും അറിയാം. അതിനുശേഷം ഇലക്ട്രൽ ബോൺസ് എങ്ങനെ വന്നു? ഇലക്ട്രൽ റിഫോംസിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോൺസ് വന്നു. ആ ഇലക്ട്രൽ ബോൺസ് പെർഫെക്റ്റ് സിസ്റ്റം അല്ല എന്നുള്ളത് സമ്മതിക്കുന്നു. കോടതി അത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകാം, വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് കരുതി ഈ രാജ്യത്തെ ആളുകൾ സംഭാവന കൊടുക്കുന്ന ഇല്ലാതാകും എന്ന് മാധു പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ചർച്ച കാണുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ന്യായം വേണം. ഒന്ന് പൂർത്തിയാകട്ടെ. അല്ല, ഒരു സെക്കൻഡ് മാധു എന്നെ തടസ്സപ്പെടുത്താതിരുന്നാൽ എനിക്ക് എനിക്ക് ഒറ്റ മിനിറ്റ് സമയം തന്നാൽ മതി. ഇവിടുത്തെ പ്രശ്നം എന്താ? സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. ശരി, അത് സംബന്ധിച്ച് SBIക്ക് പറയാനുള്ള കാര്യങ്ങൾ SBI കോടതിയിൽ പറഞ്ഞോട്ടെ. അവർ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ബാക്കി വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അനുസരിച്ചേ മതിയാകൂ. അവരത് ചെയ്യും. അതിലെന്താ സംശയമുള്ളത്? അതിൽ BJPക്ക് ഒരു തരത്തിലും ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? ഇപ്പോൾ മാധു തന്നെ CPM-ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. CPM-ന്റെ കയ്യിൽ 1 രൂപ വന്നിട്ടില്ല എന്ന്. പച്ച നുണയല്ലേ അത്? ഇലക്ട്രൽ ബോണ്ടിന്റെ പൈസ CPM-ന്റെ കയ്യിൽ വന്നിട്ടില്ല എന്ന് എങ്ങനെ പറയും? DMKക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ട്? DMKക്ക് കിട്ടിയ പൈസ 1,600 കോടി രൂപ DMKക്ക് കിട്ടി. 2019 DMK ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റ് എടുത്തു നോക്ക്. അതിൽ നിന്ന് 25 കോടി റുപ്യ ആർക്കാ കിട്ടിയത്? 25 കോടി റുപ്യ കൈ നീട്ടി വാങ്ങിയ മാന്യന്മാരെ ഇരുന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ പൈസ ഇട്ടില്ല. ഇവര് കമ്മീഷൻ ഏജന്റിനെ വെച്ച് പണം വാങ്ങിയവരാണ്. ഇവര് നേരിട്ട് പണം വാങ്ങിയിട്ടില്ല. പക്ഷേ DMKയുടെ അക്കൗണ്ടിൽ വന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കിട്ടിയവരാണ് CPM-കാര്, CPI-കാര്. പിന്നെ ഇവർക്ക് കോർപ്പറേറ്റ് കമ്പനികൾ പണം കൊടുക്കുന്നില്ലെങ്കിൽ അതിന് വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് രാജ്യത്ത് അത്രേ പ്രസക്തിയുള്ളൂ. ഇലക്ട്രൽ ബോണ്ടിന്റെ ഭരണഘടനാ സാധുതയും അതും അതിന് മുൻപുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ പറയുന്ന കള്ളപ്പണം അഴിമതിയും ഒക്കെ നിറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കോടതി വിധി വന്ന ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. SBI പാലിക്കുന്ന മൗനം അല്ലെങ്കിൽ SBI മനഃപൂർവ്വം വരുത്തുന്ന വീഴ്ച, അങ്ങനെ അത്രയും വ്യവസ്ഥാപിതമായ അത്രയും ശക്തമായ ഒരു സ്ഥാപനത്തിന് വരുത്തേണ്ടതില്ലാത്ത പിഴവുകൾ ഒക്കെ ഏതു സമ്മർദ്ദത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസം ചർച്ച ചെയ്യുന്ന അങ്ങേക്ക് അറിയാത്തതൊന്നുമല്ല. ഓക്കെ, ഞാൻ അങ്ങേക്ക് വരാം ശ്രീ സന്ദീപ് വാര്യർ. അങ്ങ് പക്ഷേ അല്ലല്ല, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദം എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ചെന്ന് അങ്ങേക്ക് അറിയാത്തതല്ല. അല്ല, ആരോപണം ഞങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങേക്ക് പറയാം. പക്ഷേ അത് BJP പറയുന്നുണ്ട്, അത് BJP മുഴുവൻ ശബ്ദവും എടുത്തും പറയുന്നുണ്ട്. പക്ഷേ ആളുകളുടെ മുന്നിൽ SBI നടത്തുന്ന കണ്ണുകെട്ടിക്കളി വെറുതെയാണ്, ഒരു താല്പര്യവും ഇല്ലാത്തതാണ് എന്ന് അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത് എന്നങ്ങ് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, ഒന്ന് SBI നടത്തുന്ന ഈ നിലയില്ലാ കളി എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചൊക്കെ സത്യസന്ധത SBI പോലെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. കുറച്ചൊക്കെ സത്യസന്ധത പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിംഗ് സംവിധാനത്തോട് പറഞ്ഞത്. പിന്നെ സന്ദീപ് വാര്യർ CPM-നെതിരെ ഉന്നയിച്ചൊരു വാദം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആദ്യ നിലപാടുകൾ സുപ്രീം കോടതി ശരിവെച്ചത്. അതിന്റെ പേരിൽ രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ ബാങ്കിംഗ് സ്ഥാപനം അത് ഈ നിലയില്ലാ കളി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അടിസ്ഥാനവുമുണ്ട്. അവിടെയാണ് CPM-നെതിരെ നേരിട്ട് BJP മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം, നിങ്ങൾ DMK-യിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ എന്നുള്ളത്. നിങ്ങൾ മറുപടി പറഞ്ഞോളൂ അതിന്. ഒന്ന്, ഇന്നത്തെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ലഭിക്കുന്ന എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. 20,000 രൂപയ്ക്ക് മേലുള്ള എല്ലാ സംഭാവനകളും ബഹുജനങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിയും. ആ സംവിധാനത്തിന് എന്താ കുഴപ്പം എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആ സംവിധാനം ഉണ്ടായിട്ടും കൊടകരയിൽ കുഴൽപ്പണമായിട്ട് പോകാൻ ധർമ്മരാജന്മാർക്ക് സാധിച്ചതും അതിന് പിന്നാലെ നടക്കാൻ സുരേന്ദ്രനും BL സന്തോഷിനും കർത്താമാർക്കും BJPയുടെ മറ്റ് നേതാക്കന്മാർക്കും എല്ലാം അവസരം ഉണ്ടായതും
ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം തരാം. 2014 മോദി പറഞ്ഞതാണ്. വിദേശത്തെ കള്ളപ്പണം പിടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം തരും എന്ന് പ്രസംഗിച്ച മോദി ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥയിലായി. കള്ളപ്പണത്തിൻ്റെ ചാമ്പ്യനായി നരേന്ദ്രമോദി നിൽക്കുകയാണ്. അങ്ങനെ വിശ്വഗുരുവിന് ഈ തെരുവിൽ വെച്ച് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയാണ് സുപ്രീം കോടതി വിധി മൂലം ഉണ്ടായത്. CPIM ഈ നിയമത്തെ അട്ടിമറിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി തുടക്കം മുതൽ തന്നെ പൊരുതിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും പൊരുതിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു വെള്ളി രൂപയും CPM കൈപ്പറ്റിയിട്ടില്ല. DMKയുടെ പക്കൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. അത് വളരെ വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ BJP തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അറ്റത്തൊരു DMK വഴി CPMലേക്ക് ഒരു ബന്ധം ഉണ്ടാക്കാം. പണ്ട് രാജീവ് ഗാന്ധി മരിച്ചപ്പം രാജീവ് ഗാന്ധി കൊലപ്പെട്ടപ്പം അതിന് ഉത്തരവാദിയായ DMKയുമായി CPMന് സഖ്യമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം സോണിയാഗാന്ധി DMK ആയിട്ട് സഖ്യത്തിലാണ്. 91 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചത് ആ മുദ്രാവാക്യം വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ആവർത്തനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി പറയാനുണ്ട്. SBI ഒക്കെ ബലിയാടല്ലേ? യഥാർത്ഥ പ്രതി മോദിയും അമിത്ഷയും BJP അല്ലേ? PM CARES ഫണ്ട് എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ കണക്കൊന്ന് കിട്ടുമോ? അതിൽ ആരൊക്കെയാണ് ഉള്ളത്? നരേന്ദ്രമോദി, പിന്നെ ആരാ ഉള്ളത്? അമിത്ഷാ. എന്താ അതിൻ്റെ കണക്ക് കിട്ടുകയില്ലാത്തത്? PM CARES ഫണ്ടിൻ്റെ കോടികളുടെ തട്ടിപ്പ് മോദി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വിവരാവകാശം പോലും ബാധകമല്ല. അപ്പോൾ ഇത് BJPയുടെ സ്ഥിരം കലാപരിപാടിയാണ്. ഒരെണ്ണം പിടിക്കപ്പെട്ടു, ഇനിയും പിടിക്കപ്പെടാൻ ബാക്കിയുണ്ട്. ഇനി എന്താണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം? സന്ദീപ് വാര്യർ പറഞ്ഞപ്പം എല്ലാവരും കാര്യമായ പ്രതിഷേധം ഉയർത്തിയില്ല, എല്ലാവരും പിന്തുണച്ചു. അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CPM മാത്രമല്ല, CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇനി എന്താണ് യാഥാർത്ഥ്യം? നമ്മൾ SBI പഴിക്കണ്ട. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രകൃതിയുണ്ടല്ലോ. ഞാൻ പറയുന്നു കോൺഗ്രസ്സുകാരോട് മാതൃകാപരമായി, നിങ്ങൾ ഈ പദ്ധതി എതിർത്തിട്ടില്ല. നിങ്ങൾ തിരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ ഈ ബോണ്ട് വാങ്ങിച്ചത് കളങ്കിതമായ പണമല്ലെങ്കിൽ നിങ്ങൾ ആരോടാ പണം വാങ്ങി നിങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ BJP വീട്ടിലാവും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിവരം തങ്ങൾ കൈപ്പറ്റിയ കോൺഗ്രസ്സുകാർ കിട്ടിയ പണത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1421 കോടി രൂപയാണ്. 1421 കോടി രൂപയുടെ കണക്ക് അങ്ങ് കോൺഗ്രസ് ഒന്ന് വെളിപ്പെടുത്തിയാൽ മതിയല്ലോ. SPയുടെ പുറകെ പോകണ്ട. അപ്പോൾ എന്ത് മനസ്സിലാവും? BJP വെള്ളത്തിലാവും. കാരണം അവർ കണക്ക് വെളിപ്പെടുത്തണ്ടേ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് വെളിപ്പെടുത്താത്തത്? ഇന്ന് കപിൽ സിബൽ പറഞ്ഞു ഏതാണ്ട് 2500 കോടി രൂപയുടെ വേറൊരു തട്ടിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ വിവരം പുറത്തു വന്നിട്ടില്ല. കപിൽ സിബലിൻ്റെ ആരോപണമാണ്, കോൺഗ്രസിൻ്റെ ആരോപണമാണ്. കോൺഗ്രസ്സുകാർ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ചങ്കത്തേക്ക് ഈ നിങ്ങൾ വാങ്ങിച്ച കളങ്കം നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരോടൊക്കെ പണം വാങ്ങിച്ചു എന്നുള്ള വെളിപ്പെടുത്തണം. വെളിപ്പെടുത്താതെ ചർച്ച പങ്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ BJPയുടെ ഒപ്പം തുല്യ പങ്കാളിത്തമുള്ളവരാണ്. എല്ലാ ബൂർഷ്വാ പാർട്ടികളും, ഇന്ത്യയിലെ എല്ലാ മുതലാളിത്ത പാർട്ടികളും, എല്ലാ കോർപ്പറേറ്റ് പാർട്ടികളും. ഞങ്ങൾ അവർക്ക് എതിരായിട്ടുള്ള വർഗ പാർട്ടിയാണ്, തൊഴിലാളികളും കർഷകൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾ ഈ ബക്കറ്റ് പിരിവൊക്കെ ആയിട്ട് നടന്നോളാം. ഞങ്ങൾ ഈ ബക്കറ്റ് പിരിവൊക്കെ ആയിട്ട് നടന്ന് നമ്മുടെ പാവപ്പെട്ട ഓമനക്കുട്ടന് 70 രൂപ ഒരു ഓട്ടോയ്ക്ക് കൂലി വാങ്ങിച്ചപ്പോൾ എന്തെല്ലാം കഥകളായിരുന്നു രാജീവ് ചന്ദ്രശേഖരുടെ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ അതെല്ലാം. ഞങ്ങൾ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഇടയിൽ കിടന്ന് അവർ തരുന്ന പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചോളാം. ഞങ്ങൾ കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് കൃത്യമായി കണക്ക് കൊടുക്കുന്ന പാർട്ടി CPM ആണ്. ഇനി BJP ചെയ്ത തന്ത്രം എന്താണ്? അത് ആലോചിക്കണം. ED റെയ്ഡ് നടത്തുക. സാന്റിയാഗോ മാർട്ടിൻ 1386 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് മുടക്കിയത്. കേരളത്തിലെ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഓൺലൈൻ കച്ചവടവും സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി കച്ചവടം നിരോധിച്ചു. കേരളത്തിന് പുറത്ത് കിടത്തി. കേന്ദ്ര സർക്കാർ തട്ടിട്ട് തുള്ളിയിട്ടും കേരളം സമ്മതിച്ചില്ല. ആ സാന്റിയാഗോ മാർട്ടിൻ 1386 കോടി രൂപ ഈ രാജ്യത്ത് ലോട്ടറി ചൂതാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനി മുടക്കിയപ്പോൾ ആ പണം ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് BJP പറയട്ടെ, അല്ല കോൺഗ്രസ് പറയട്ടെ. ED അവരെ റെയ്ഡ് ചെയ്തു. ഞാൻ തീർന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്തു. 2 വാചകം 15 മിനിറ്റ് എടുത്ത സന്ദീപ് വാര്യർ 15 മിനിറ്റ് എടുത്ത. അതുപോലെ പുൽവാമ അറ്റാക്ക് ഉണ്ടായി. ഞാൻ പറയട്ടെ, പുൽവാമ അറ്റാക്ക് ഉണ്ടായി. 40 സൈനികർ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ആ ചോര ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിച്ചവരാ BJPക്കാർ.
പാകിസ്ഥാൻ കമ്പനിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് ഇവർ വാങ്ങിച്ചോ? SBI വഴി വിറ്റോ? നിങ്ങൾക്ക് പാകിസ്ഥാൻ കമ്പനിയുടെ പൈസയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പോൾ രാജ്യദ്രോഹമൊന്നുമില്ലല്ലേ? ഇവിടുന്ന് എല്ലാവരും അനന്തമൂർത്തിയെ പാകിസ്ഥാനിലേക്ക് പാസ്പോർട്ട് എടുത്ത് വിടാൻ പോവാ, നിങ്ങൾ വിസ എടുത്ത് വിടാൻ പോവാണ്. ആ പുൽവാമ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസമോ തലേ ദിവസമോ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങുന്നു. തീർന്നില്ലല്ലോ. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ഗംഗാനദിയിൽ എത്ര മൃതദേഹം ഈ നമ്മുടെ വാക്സിൻ കിട്ടാതെ മരിച്ചു കിടന്നു. എത്ര മനുഷ്യന്മാർ. ശാപം കിട്ടും നിങ്ങൾക്ക്. സരയൂ നദിയിൽ മരിച്ചു കിടന്നു, ശ്രീരാമൻ്റെ സരയൂ നദിയിൽ കേട്ടോ. ആ കാലഘട്ടത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ടും വാക്സിൻ ഉണ്ടാക്കിയില്ല. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടി വാങ്ങിച്ചു? സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടി വാങ്ങിച്ചു? കണക്കുണ്ട്. തീർന്നില്ല. ഇന്ത്യ രാജ്യത്തെ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ വിശ്വഗുരുവിൻ്റെ ഇടത്തും വലത്തുമാണല്ലോ അംബാനി അദാനി. അവർ നേരിട്ട് പണം കൊടുത്തില്ല. അവരെന്ത് ചെയ്തു? കള്ള കമ്പനികളിലൂടെ, ഷെൽ കമ്പനികളിലൂടെ പണം കൊടുത്തു. പണം കൊടുത്തിട്ട് കമ്പനിയുടെ വരുമാനം എത്രയാണോ വരുമാനത്തോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട്. ഞാൻ പറയുന്നത് തട്ടിപ്പിതൊന്നും അല്ലെന്ന്. നമ്മൾ ഈ SBIയുടെ പുറകെ നടക്കാതെ മാധു, ഞാൻ പറയട്ടെ മാധു, തീർക്കാം, അവസാനിപ്പിക്കാം. നിങ്ങൾ SBIയുടെ പുറകെ നടക്കാതെ SBI ഒക്കെ പിടിക്കാം. നിങ്ങൾ അദാനിയെ പിടിക്കുമോ? അദാനിയുടെ അംബാനിയുടെ കള്ളക്കമ്പനിയെക്കുറിച്ച് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്ന ഷെൽ കമ്പനികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിച്ചു. അങ്ങനെങ്കിൽ ഗൗരവതരമായ കുറ്റം. അതിനുവേണ്ടി എന്തു ചെയ്തു? നിങ്ങൾ കമ്പനി നിയമം ഭേദഗതി ചെയ്തു. എന്താ കമ്പനി നിയമത്തിനകത്ത് പറയുന്നത്? ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭത്തിൻ്റെ 10% കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കാൻ പാടില്ല. അതിന് പകരം എന്ത് ചെയ്തു? ആ നിയമം എടുത്തു കളഞ്ഞിട്ട് ആ കമ്പനിയുടെ മൊത്തം പണം വിഴുങ്ങാം. ആര് വിഴുങ്ങി? BJP വിഴുങ്ങി. വിഴുങ്ങിയത് ധാരാളം ആരോപണങ്ങൾ ഒരുപാട് നേരമാണ് ശ്രീ അനിൽകുമാർ ഒരുപാട് നേരമാണ് റെയ്ഡ് ചെയ്ത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് ED റെയ്ഡ് ചെയ്ത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് ആളുകളെ ഭയപ്പെടുത്തിയിട്ട് അങ്ങനെ ഭയപ്പെടുത്തപ്പെട്ടു. അതിന്റെ പേരിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി നടക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ശരി 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 ശ്രീ സന്ദീപ്, ഞാൻ അങ്ങേലേക്ക് വരാമേ. ഞാൻ അഡ്വക്കേറ്റ് എം ലിജുവിലേക്കാണ് പോകേണ്ടത്. അഡ്വക്കേറ്റ് എം ലിജു, SBI വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അതിനു കാരണം BJPക്ക് വേണ്ടിയാണ് ഈ ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. SBI വിവരങ്ങൾ വെളിപ്പെടുത്താത്തതിന്റെ കാരണം അവരോട് ചോദിക്കണം, ഞങ്ങളല്ല മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് BJPയുടെ വാദമായി ശ്രീ സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചത്. ഇനി ഈ പറയുന്ന 1400 കോടി കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്. ആ കണക്കുകൾ നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ BJP രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകും എന്നുള്ളതാണ് CPMന്റെ നിങ്ങളോടുള്ള വെല്ലുവിളി. ഇതിപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ SBIക്ക് വെളിപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പ്രകാരമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സുപ്രീം കോടതിയിൽ SBI ഉയർത്തിയ വാദഗതികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവിടെ ഉയർത്തിയ വാദങ്ങളിൽ ഹരീഷ് സാൽവെ ഉൾപ്പെടെ പറഞ്ഞെന്താണ്, സീൽഡ് കവറിലാണ് ഇത്തരം രേഖകളിരിക്കുന്നത്, അതുകൊണ്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് തുടങ്ങി നിരവധി മുടന്തൻ ന്യായങ്ങൾ SBI മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞത്, സീൽഡ് കവറിലാണെങ്കിൽ കവർ പൊട്ടിച്ചിട്ട് വിവരങ്ങൾ കൊടുത്താൽ മതി, ഒറ്റ ക്ലിക്കിന് നൽകേണ്ട വിവരങ്ങളാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, നാട് കണ്ട ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയുടെ കാര്യം മറച്ചു വെക്കാൻ പരമാവധി സുപ്രീം കോടതി ശ്രമിച്ചു. സുപ്രീം കോടതി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞു. നിവർത്തിയില്ലാതെ സുപ്രീം കോടതിക്ക് വിധിക്കുക അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് കൈമാറേണ്ടി വരുന്നു. കൈമാറേണ്ടി വരുമ്പോഴും അതിൻ്റെ ബോണ്ട് നമ്പറോ ഡീറ്റെയിൽസോ ഇല്ലാതെ വീണ്ടും രേഖകൾ പുറത്തുവിടാതിരിക്കുന്നു. സ്വാഭാവികമായും SBI അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം SBIക്കുണ്ട്. അതാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം. ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠം പറഞ്ഞിട്ടും അത് പുറത്തു വിടാത്തതിൻ്റെ കാരണം അത് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയല്ലേ. ഒരു പൊതുമേഖലാ ബാങ്ക് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജുഡീഷ്യറി പറഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളത് ആവശ്യമാണ്, ഞങ്ങൾ പുറത്തുവിടേണ്ടത് ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങൾ ആ കേസിൽ, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രീമതി സുധാ താക്കൂർ ഉൾപ്പെടെ അതിൽ കക്ഷി ചേർന്നു. അതിൽ ഞങ്ങളുടെ നേതാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇലക്ട്രൽ ബോണ്ടെന്നതിൻ്റെ സങ്കല്പത്തിന് ഞങ്ങളെതിരല്ല, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്ന ഒരു തെറ്റല്ല. പക്ഷേ അതിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കോൺഗ്രസ് എടുത്തൊരു സമീപനം.
ഇപ്പോഴും ഞങ്ങളത് ആ ഒരു സമീപനം തന്നെയുണ്ട്. ഇപ്പോൾ SBI അതിന് ആ കാര്യത്തിൽ ശരിയായ സമീപനം സ്വീകരിക്കുന്നില്ല. സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളതിനെ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം വരുന്നത് ഞങ്ങൾ ആ സമീപനം സ്വീകരിക്കും. ഇപ്പോൾ SBI പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായില്ലേ? കോൺഗ്രസ് തന്നത് ആരെന്ന് വ്യക്തം, BJPക്ക് തന്നത് ആരെന്ന് വ്യക്തം, എല്ലാവർക്കും തന്നത് ആരെന്ന് വ്യക്തം. അത് ചെയ്യാതെ SBI നിൽക്കുമ്പോൾ അവരത് ചെയ്യണ്ട, ഞങ്ങളിത് ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നതല്ല അതിൻ്റെ കറക്റ്റ്. ആദ്യം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധിയെ ഒബേ ചെയ്യാൻ, അത് അനുസരിക്കാൻ SBI തയ്യാറാകുക എന്നുള്ളത്. കോടതി അലക്ഷ്യ നടപടി ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും എന്ന് പോലും കഴിഞ്ഞ തവണ സുപ്രീം കോടതി പറഞ്ഞു ശ്രീ M. ലിജു. എന്നിട്ടാണ് ഈ അറ്റവും മുറിയുമില്ലാത്ത വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. ഇന്നും സുപ്രീം കോടതിക്ക് ഈ വിവരങ്ങൾ പൂർണ്ണമല്ല, രേഖകൾ ഇനിയും ഹാജരാക്കേണ്ടതുണ്ട്, കോഡ് നമ്പർ അടക്കം കൊടുക്കേണ്ടതുണ്ട് എന്ന് SBI പറയേണ്ടി വരികയാണ്. അല്ല, അവിടെയാണ് സുപ്രീം കോടതിയുടെ ആർജവം വ്യക്തമാകേണ്ടതെന്നാണ് എനിക്കതൊരു കോടതിയിലെ ഒരു എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. സുപ്രീം കോടതി വളരെ കൃത്യമായൊരു വിധി പുറപ്പെടുവിച്ചു. അത് SBIക്ക് നിർദ്ദേശം നൽകി. SBIക്ക് നിർദ്ദേശം നൽകിയിട്ടും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരം നൽകുന്നില്ലെങ്കിൽ SBIയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇന്ത്യയുടെ ജയിലുകൾ അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് സുപ്രീം കോടതി പറയണം. ആർജവത്തോടു കൂടി വിളിച്ചു വരുത്തി ശാസിച്ച് ആവശ്യമാണെങ്കിൽ ക്രിമിനൽ കേസെടുത്ത് ജയിലിലാൻ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ലക്ഷ്യ നിയമങ്ങൾ ഇവരുടെ മേൽ ചുമത്താൻ തയ്യാറാവണം. ആരെയാണ് ഇവർ ഭയക്കുന്നത്? അതല്ലേ പ്രശ്നം. ഭയക്കണമെന്നുണ്ടെങ്കിൽ SBI പോലൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ആരെയാണ് ഭയപ്പെടുന്നത് വ്യക്തമാക്കാൻ തയ്യാറാണ്. അത് ഗവൺമെന്റിനെയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. രാജ്യം ഭരിക്കുന്നൊരു ഗവൺമെന്റിനെയാണ് അവർ ഭയപ്പെടുന്നത്. ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന BJPയും സംഘപരിവാറിനെയും ഒന്നുകിൽ അവർക്ക് ഭയം, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ ആശയപരമായി ഇവരുമായി താതാമ്യം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സംഘപരിവാറിന് ദോഷമുണ്ടാക്കുന്നൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യില്ല. അതിനും കോടതിയല്ല, ഇതിനി ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുന്നില്ല സമീപനമാണ്. ഇത് രണ്ടിലേതാണെന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ഒന്നുകിൽ ഭയം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരുടെ ആശയത്തോട് താതാമ്യം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കും, അവരുടെ വലിയ ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കാന്നുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കും. രണ്ടാണെങ്കിൽ ഇവിടെ ആർജവം വ്യക്തമാക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നേരെ കോടതി ലക്ഷ്യ കേസുകൾ ഉൾപ്പെടുത്ത് ചുമത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി തീഹാർ ജയിലിലേക്ക് പറഞ്ഞു വിടണം. രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് 1400 കോടിയെ കിട്ടിയുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. അതായത് രാജ്യത്തെ കോടതി, പരമോന്നതമായ കോടതിയുടെ വിധി എന്ന് പറയുന്നത്, അത് നമ്മൾ സാധാരണ പറയുന്നത് കല്ലേ പിളർക്കും എന്നൊക്കെയാണ്. പക്ഷെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ശക്തമായ ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. അത് ഈ മുൻപ് ഇലക്ട്രൽ ബോണ്ട് ഇവിടെ നടപ്പിലാക്കിയപ്പോൾ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒന്നും അതിനെ എതിർത്തില്ല. അതുകൊണ്ട് പരമാവധി പണം വാങ്ങി പോക്കറ്റിൽ വെച്ചു. കിട്ടിയത് കോൺഗ്രസിന് കുറഞ്ഞു പോയത് ഞങ്ങളുടെ പ്രശ്നമല്ല, രാജ്യത്തെ കോർപ്പറേറ്റുകളോട് കോൺഗ്രസിന് കൂടി സംഭാവന കൊടുക്കാൻ ഞങ്ങൾ പറയണോ തുടങ്ങിയ പരിഹാസങ്ങളാണ് അതിന് മറുപടി. അതെങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കുക? കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് ഞങ്ങൾ എതിരല്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റല്ല. ഞങ്ങളതിനെതിരെ ഒരിക്കലും എതിരായിരുന്നില്ല. മുൻപ് ഇവിടെ കോർപ്പറേറ്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന തുക വ്യക്തമാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ് കൊടുത്തത് എന്നതിനെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഇതനുസരിച്ച് കണക്കുകൾ കൊടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം എന്താണ്? ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ്. ഇത് സംഭാവന ചെയ്യുന്നവർ, ബോണ്ടുകൾ വാങ്ങി കൊടുക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് തടഞ്ഞു വെക്കപ്പെടുന്നു. PM കെയറിനെ നിൽക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താം. പക്ഷേ PM കെയറിൻ്റെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതിൻ്റെ എങ്ങനെ ഇത് ചെലവഴിക്കപ്പെട്ടു എന്നതിനൊക്കെ നോക്കുമ്പോൾ സുതാര്യതയില്ലാത്ത, അത് അങ്ങനെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളില്ല എന്ന് മറുപടി നൽകുന്നു. അതാണ് ഇവിടുത്തെ വിഷയം, സുതാര്യതയില്ലായ്മയാണ്. ഞങ്ങൾക്ക് പണം കിട്ടുന്നത് അല്ലല്ലോ വിഷയം. ഇപ്പം ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടി കൂടിയിട്ട് അതിനൊന്നും തെറ്റില്ല. ആർക്ക് കൊടുത്താലും അത് ആര് കൊടുത്തു എന്ന് വ്യക്തമാകണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് ആവശ്യമാണ്. അതല്ലാതെ ഫണ്ട് വേണ്ട എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ ഫണ്ട് വേണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും CPM-നെ കുറിച്ച് നേരത്തെ CPM ഞാൻ ഒരു മിനിറ്റ് അതോട് പറയേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ. അല്ല, ഞാനത് ധാർമ്മികതയെക്കുറിച്ച് നേരത്തെ CPM പ്രതിനിധി പറയുന്നത് കേട്ടു. ഇവിടെ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും EP ജയരാജൻ കടം മേടിച്ചത് എന്തായിരുന്നു? ഈ ഇലക്ട്രൽ ബോണ്ടൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലല്ലേ EP ജയരാജൻ സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത്? നിങ്ങൾക്ക് പാലോറമാതയും നാട്ടിൽ നിരവധി സഖാക്കളും വേറെ ഇല്ലേ? അവരിൽ നിന്ന് ആട് വിറ്റ പണമൊന്നും അല്ലല്ലോ മേടിച്ചത്. സാന്റിയാഗോ മാർട്ടിനും ദേശാഭിമാനി ഫണ്ടല്ലേ വാങ്ങിയത്? അപ്പോൾ പിന്നെ അത് ധാർമ്മികമൊന്നും ഇല്ലായിരുന്നോ?
CPM ഇലക്ട്രൽ ബോണ്ടുകൾക്കപ്പുറം ഇപ്പം എനിക്കത് പൂർണ്ണമായ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട വിഷയമാണ്. എന്നാലും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാനത് വിശദമായി പൂർണ്ണമായി അതിൻ്റെ അകത്ത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പറയേണ്ടതെന്ന് വെച്ചത്. പക്ഷേ എങ്കിലും അതിനകത്തൊരു ഒരു ഒരു പോയിൻ്റ് അതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇപ്പോൾ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ ഞാനൊരു ഒരു 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 ആംഗിൾ അത് എനിക്ക് തോന്നുന്നു അടുത്ത ചർച്ചയുടെ ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ 29A അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പാർട്ടികളിൽ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ പബ്ലിക് ഈ ജനറൽ ഇലക്ഷനിൽ 1% വോട്ട് കിട്ടുന്ന പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ പറ്റുമെന്നൊരു പ്രൊവിഷനുണ്ട്. എനിക്കത് പൂർണ്ണമായി ഉറപ്പില്ല മാധു, പക്ഷേ എന്നാലും ഞാനത് ഒന്ന് കോട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഓൺലി ദ പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 29A ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 and which secured not less than 1% of the vote polled in the last general election in the House of People or the Legislative Assembly of the state shall be eligible to receive electoral bonds. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ബംഗാളിൽ 1% ഓരോ രാജ്യത്താകമാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് 1% കിട്ടാത്തത് കൊണ്ടുള്ള ആശയപരം അതുകൊണ്ടുള്ള സാങ്കേതിക പ്രശ്നമാണോ എന്ന് വ്യക്തമാക്കേണ്ടത് അനിൽകുമാറാണ്. കാരണം കോർപ്പറേറ്റ് ഫണ്ടുകൾ എന്നുള്ളതല്ല, ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആദ്യം മുതൽ തന്നെ CPM എതിർക്കുന്നുണ്ട് ആശയപരമായി തന്നെ. അപ്പൊ അത് ഈ പറയുന്ന സാങ്കേതിക ഊന്നിക്കൊണ്ടല്ലോ പറഞ്ഞൊരു പ്രശ്നം ഞാൻ പറഞ്ഞതാണ്. ഒറ്റ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് അതൊരു ക്ലാരിഫിക്കേഷൻ വരെ നല്ലതായിരിക്കും. എനിക്ക് ഒരു നിമിഷം ഞാൻ ചോദിച്ച ശ്രീ അനിൽകുമാർ മറുപടി പറയുമ്പോൾ പറഞ്ഞോട്ടെ. ഞാൻ CPMനെ ആശയപരമായി അവരുടെ പൊസിഷനെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ അതിനകത്ത് എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ ഉണ്ടാകുന്നൊരു ഡൗട്ട് ഞാൻ പറയാം. കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങുന്നതിന് CPM ഒരു കാലത്തും എതിർപ്പുണ്ടായിരുന്നില്ല. നിരവധി കോർപ്പറേറ്റുകൾ വാങ്ങിയിട്ടുണ്ട്, ഫണ്ട് പല കാലത്ത് CPM വാങ്ങിയിട്ടുണ്ട്. അത് ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ മാത്രം എന്താണ് എതിർപ്പ്? ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ച് 1% വോട്ട് കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വാങ്ങാൻ പറ്റില്ല. ഇനി കിട്ടാത്ത മുന്തിരി ആയതുകൊണ്ടാണോ ഈ ഒരു പൊസിഷൻ എടുത്തതെന്നൊരു ചോദ്യം ഞാൻ ഉയർത്തി. എനിക്ക് അതിൻ്റെ അകത്ത് പൂർണ്ണമായ ക്ലാരിറ്റി ഇല്ല, പൂർണ്ണമായി ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാലും പക്ഷേ ഒരു ചർച്ച ആയതുകൊണ്ട് അത്തരമൊരു വാദഗതി ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണമായി ഉറപ്പില്ലാത്ത കാര്യമാണ്, ഞാൻ അതിൽ ഡീപ്പായി കടന്നു പോകുന്നില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ അത്തരമൊരു വാദമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സുതാര്യതാ വിഷയം എന്നുള്ളത് തന്നെ CPM ആദ്യഘട്ടം മുതൽ എതിർക്കുന്നുണ്ട് എന്നത് കൂട്ടിച്ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. ശരി, ശ്രീ സന്ധ്യ വാര്യർ, അതായത് നിരവധി ആരോപണങ്ങൾ BJPക്കെതിരെ മുന്നോട്ട് വെച്ചു ഈ പറയുന്ന മറ്റ് പാർട്ടികളുടെ പാനലിസ്റ്റുകൾ. അതിലൊന്ന്, പാക് കമ്പനിയുടെ പണം നിങ്ങൾ വാങ്ങി ഇലക്ട്രൽ ബോണ്ടിലൂടെ, അദാനിയുടെ ഷെൽ കമ്പനികളുടെ പണം നിങ്ങൾ വാങ്ങി, അതിനുവേണ്ടി നിങ്ങൾ കോർപ്പറേറ്റ് നിയമം ഭേദഗതി ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊന്ന്, SBI ആണ് മറുപടി പറയേണ്ടത് എന്നുള്ള അങ്ങയുടെ വാദം. അതിന് കോൺഗ്രസ് ആണല്ലോ ആരോപണം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ M. ലിജു തന്നെ പറയുന്നത് SBI അല്ല രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം, അത്തരമൊരു നിലപാടെടുക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ്, കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന്റേത്. മറുപടി പറയാനുള്ള സമയം. മാധു, ആദ്യം CPMന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയട്ടെ. അദ്ദേഹം സത്യത്തിൽ അനിൽകുമാർ അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹം ഈ രീതിയിലാണ് കേസുകൾ വാദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കക്ഷികളുടെ കാര്യം ഓർത്ത് എനിക്ക് സഹതപിക്കാനേ സാധിക്കുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാട്സപ്പിൽ നിന്ന് ചുരണ്ടി കിട്ടിയിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അതല്ലെങ്കിൽ ഭാഗികമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു പുൽവാമ അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വാട്സപ്പിൽ കറങ്ങി നടക്കുന്ന തെറ്റായിട്ടുള്ള ഒരു കുപ്രചരണമാണ്. അത് സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ ആ പാകിസ്ഥാൻ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ അങ്ങനെ കമ്പനിയില്ല, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പണം കൊടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ ഇവർ ആരോപിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ ഭാഗത്ത് തന്നെ അത്രയൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിലും അത്തരത്തിലൊരു കമ്പനിയില്ല. ഈ കമ്പനിയുടെ പേര് എവിടെ നിന്നാണ് CPMന് കിട്ടിയെന്ന് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പല ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്കിംഗ് നടത്തി ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിൽകുമാർ ശരിക്കും ഒരു വാട്സപ്പ് അമ്മാവന്റെ നിലവാരത്തിലേക്കാണ് ഈ ചർച്ചയിൽ പോയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം PM കെയേഴ്സ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. അവിടെയാണ് പ്രശ്നമുള്ളത്. PM കെയേഴ്സ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ വിധി ബാധകമല്ല. ഇവിടെ ഇലക്ട്രൽ ബോണ്ട്സുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി അദ്ദേഹത്തിന് സ്വീകാര്യവുമാണ്. PM കെയേഴ്സ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായി. ആ സുപ്രീം കോടതി ഇവരുടെ ഈ വാദങ്ങളൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളുകയാണ് ചെയ്തത് PM കെയേഴ്സ് ഫണ്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ ആ തരത്തിലുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് ശരിയല്ല. ഇനി ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ വാങ്ങിയ പണമൊക്കെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ പുറത്തുവിട്ട ഈ പറയുന്ന ഫാക്ട് ചെക്ക് വാർത്തയാണ് പുറത്തുവിട്ടത്. പാകിസ്ഥാന്റെ ഹബ് പവർ കമ്പനി എന്ന കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന ചെയ്തതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ.
ദേശീയ മാധ്യമങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥാപനത്തെ മാത്രമായി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഇത് മുഴുവൻ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കോർപ്പറേറ്റ് ഫണ്ടിങ്ങൾ മുഴുവൻ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി DMK വാങ്ങിയിട്ടുള്ള പണം അഴിമതി പണമാണോ എന്ന് അദ്ദേഹം പറയണം. DMKക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് കിട്ടിയിട്ടുള്ള കോടാനുകോടി രൂപ അത് അഴിമതി പണമാണോ എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അനിൽകുമാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ പണം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണമല്ല എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് നിങ്ങളുടെ അടുത്തുള്ളത്? നിങ്ങൾ DMKയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? DMKയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ 25 കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷക്കാർ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? ഇടതുപക്ഷ പാർട്ടികൾ വാങ്ങിയോ ഇല്ലയോ? പണം വ്യക്തമാണല്ലോ. ഉത്തരത്തിന് വേണ്ടി പോകാം. DMKയുടെ പണം വാങ്ങിയോ ഇല്ലയോ എന്ന് പറയണം. അനിൽകുമാർ, പച്ചക്കള്ളം. കേരളത്തിലെ ഇടതുപക്ഷം DMKയുടെ കയ്യിൽ നിന്ന് 25 കോടി വാങ്ങി എന്ന് പറയുന്ന പച്ചക്കള്ളല്ലേ? നിങ്ങൾക്ക് ഇന്ന ദിവസം തലയെ മുണ്ടിട്ടേ നടക്കാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു സെക്കൻഡ് അനിൽ, മതി. അല്ലല്ല, മതി. ഞാൻ പറയാം എങ്ങനെയാ കള്ളം വന്നത്. ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK കൊടുത്ത അഫിഡവിറ്റിലാണ് നിങ്ങൾക്ക് പണം തന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കള്ളം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയന്റെ സഹോദരനായിട്ടുള്ള മുക സ്റ്റാലിനാണ്. നിങ്ങൾ സ്റ്റാലിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്ക്. നിങ്ങൾ സ്റ്റാലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? സ്റ്റാലിൻ ചുമ്മാ അങ്ങ് അഫിഡവിറ്റ് കൊടുത്താണോ നിങ്ങൾക്ക് പണം തന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്താണോ? അല്ലല്ലോ. നിങ്ങൾക്ക് 25 കോടി രൂപ തന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാലിന്റെ പാർട്ടിയാണ്. ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത അഫിഡവിറ്റിലാണ്. നിങ്ങൾ നല്ല രീതിയിൽ DMKയുടെ അഴിമതി പണം കൈ നീട്ടി വാങ്ങി നക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത്. DMKക്ക് ഭരണം പോലും ഇല്ലാത്ത കാലത്താണ് ഇലക്ട്രൽ ബോണ്ടിൽ ഇത്ര പണം കിട്ടുന്നത്. എങ്ങനെ കിട്ടി? ആര് കൊടുത്തു? സാന്റിയാഗോ മാർട്ടിൻ ആർക്കൊക്കെ പണം കൊടുത്തു ആർക്കറിയാം? വിവരങ്ങളിൽ CPM-ന് പണം നൽകിയിട്ടുണ്ട് എന്ന് അങ്ങ് ഉന്നയിക്കുന്നു. അങ്ങനെ ഇല്ല എന്ന് ശ്രീ അനിൽകുമാർ പറയുന്നു. പക്ഷെ നമ്മൾ ചർച്ചയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കുറച്ചുകൂടി ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. എന്റെ ഭാഷ ഇപ്പൊ ഞാൻ പന്മനയുടെ നല്ല മലയാളം കൊണ്ടൊന്ന് ശുദ്ധീകരിക്കാന്ന് ഇപ്പൊ വിചാരിച്ചില്ല, കഴിയട്ടെ. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അതൊക്കെ എന്റെ വിവേചനത്തിന് വിടുക. ഞാനിത് ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത്. ഇവർ വാങ്ങിയിട്ടുള്ള പണം എന്ന് പറയുന്നത് DMKയുടെ അഴിമതി പണമാണ്. ഇനി DMKക്ക് കിട്ടിയ 91% DMKയുടെ ഫണ്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഇലക്ട്രൽ ബോണ്ട് വഴിക്കാണ്. 91%. BJPയുടെ 51% ഉള്ളൂ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാന്ന് ആലോചിക്കണം. 17% സംസ്ഥാനങ്ങൾ ഭരണമുള്ള പാർട്ടിയാന്ന് ആലോചിക്കണം. ആ പാർട്ടിയുടെ 51% ഫണ്ടിങ് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വഴിക്കുള്ളത്. ഇവരുടെ DMKക്ക് കിട്ടിയിട്ടുള്ളത് 91% ഇലക്ട്രൽ ബോണ്ട് വഴിക്കാണ്. അതിൽ നിന്നാണ് 25 കോടി ഇവർ കൈനീട്ടി വാങ്ങിയിട്ടുള്ളത്. അവർക്ക് ആകെ കിട്ടിയിട്ടുള്ള പണത്തിൽ നിന്ന് 25 കോടി കൈനീട്ടി വാങ്ങിയത് ഇടതുപക്ഷ പാർട്ടികളാ. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റാ. അതെങ്ങനെ ഇല്ല നുണയാന്ന് പറയും? അങ്ങനെയാണെങ്കിൽ ഇവർ ഡിഫമേഷൻ ആർക്കെതിരെ കൊടുക്കണം? ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ തെറ്റായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി, ചില കാര്യം കൂടി പറയട്ടെ. പാകിസ്ഥാൻ കമ്പനിയുടെ കാര്യം പറഞ്ഞു. പച്ച നുണയല്ലേ പറഞ്ഞത് അനിൽ? പാകിസ്ഥാൻ കമ്പനിയുടെ കാര്യം പറഞ്ഞത് പുൽവാമ അറ്റാക്കിന്റെ സമയത്ത് പാകിസ്ഥാൻകാരിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെ ഇങ്ങനെ പച്ചക്കള്ളം ചാനലിൽ നിന്ന് വിളിച്ചു പറയാൻ, വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എടുത്ത് വിളിച്ചു പറയാൻ നാണോ ഉണ്ടോ? അടുത്ത കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത്? സാന്റിയാഗോ മാർട്ടിന്റെ കാര്യം പറഞ്ഞു. നോക്കൂ, സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ദേശാഭിമാനി വാങ്ങിയത് എന്താണ്? നിങ്ങൾ എന്തിനാ പണം വാങ്ങിയത്? ദേശാഭിമാനി 2 കോടി രൂപ അന്ന് പ്ലെയിൻ ബോണ്ടായിരുന്നു. നിങ്ങൾ പണം വാങ്ങി. അവസാനം വിവാദം ഉണ്ടായപ്പോൾ ഗത്യന്തരമില്ലാതെ പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഫാരിസ് അബൂബക്കർ നിങ്ങൾക്ക് എന്തിനാ പണം തന്നിട്ടുള്ളത്? സാന്റിയാഗോ മാർട്ടിൻ നിങ്ങൾക്ക് എന്തിനാ പണം തന്നിട്ടുള്ളത്? നിങ്ങൾ ഈ നാട്ടിൽ പിരിക്കുന്ന പണം അദ്ദേഹം ബക്കറ്റ് പിരിവിനെയാണ് വലുതായി കാണിക്കുന്നത്. ബക്കറ്റ് പിരിവ് ശരിയാണ്, അവർക്ക് താല്പര്യം ബക്കറ്റ് പിരിവാ. കാരണം കണക്ക് കൊടുക്കേണ്ട രസീത് പോലും ഇല്ല. ബക്കറ്റ് പിരിവാണ് അവർക്ക് താല്പര്യം. ഒരു കയ്യും കണക്കും ഇല്ലാതെ പണം പിരിക്കാനാണ് CPM താല്പര്യം. കള്ളപ്പണം ഇടപാടാണ്. ശരി, ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് പോകണം. ശ്രീ അനിൽകുമാർ, ഈ പറയുന്ന പാക് കമ്പനിയുടെ പണം വാങ്ങി എന്നുള്ളത്, പാകിസ്ഥാന്റെ ഹബ് പവർ കമ്പനിയുടെ പണം വാങ്ങി എന്നുള്ള വിവരം പുറത്തു വന്നതിനെ ദേശീയ മാധ്യമങ്ങളടക്കം ഫാക്ട് ചെക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രീ സന്ദീപ് വാര്യർ ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. മറ്റൊന്ന്, ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പണം വാങ്ങി എന്നുള്ള ആരോപണം ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്നുണ്ട്. അതിനും മറുപടി. DMKയിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് പോലെ ഏതെങ്കിലും സംവിധാനമല്ല ഉണ്ടായത്. ദേശാഭിമാനി ദിനപത്രം അതിന് പരസ്യം നൽകുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു മുൻകൂർ പണം വാങ്ങുന്ന പദ്ധതി ഉണ്ടാക്കി. പദ്ധതിയുടെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, അവർ മുൻകൂർ പണം തരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതായത് പരസ്യത്തിൻ്റെ ചാർജ് കുറച്ച് കൊടുക്കും. അപ്പോൾ ദേശാഭിമാനിക്ക് ഒരു പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് പണം വേണം. അതിനെന്ത് ചെയ്തു?
ദേശാഭിമാനിക്ക് ലോട്ടറിക്കാർ പരസ്യം തന്നിട്ടുണ്ട്. ആ പരസ്യക്കാർ പലരും തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ഞങ്ങൾ പണം അഡ്വാൻസ് വാങ്ങി. ആ അഡ്വാൻസ് വാങ്ങിയ പണം രേഖാപരമായിട്ടാണ് വാങ്ങിയത്, ദേശാഭിമാനിയുടെ അക്കൗണ്ടിലാണ് വാങ്ങിയത്. ഇപ്പോൾ SBIയുടെ ഈ കോഡ് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുന്ന പോലെ ഞങ്ങൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങി ബാങ്ക് അക്കൗണ്ടിലൂടെ തിരിച്ചു കൊടുത്തു. ഇവിടെ സാന്തിയാഗോ മാർട്ടിൻ വാങ്ങിച്ച പണം BJPയുടെ അക്കൗണ്ട് വന്നതിന് തെളിവ് എന്താ ഉള്ളത്? ഞാൻ പറയട്ടെ, ഒരു പിടിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ പദ്ധതി എന്താണ്? അല്ലല്ലല്ല, ദയവായി കേൾക്കൂ, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കൂ, ദയവായി കേൾക്കൂ. നിങ്ങൾ കേൾക്കൂ. ദേശാഭിമാനി ദിനപത്രം പറയട്ടെ, ദേശാഭിമാനി ദിനപത്രം താരിഫ് അച്ചടിച്ചിറക്കി. ഞാൻ പറയട്ടെ, ഒരു പൊതുമണ്ഡലമില്ല. ദേശാഭിമാനി ദിനപത്രം താരിഫ് അച്ചടിച്ചിറക്കി. ഞങ്ങൾ പരസ്യക്കാരുടെ ഇത് പണം വാങ്ങും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ദേശാഭിമാനിക്ക് പണം തന്നാൽ പരസ്യ റേറ്റ് കുറച്ച് തരാം. സ്ഥിരമായിട്ട് പരസ്യം തരുന്നൊരു ഒരു സ്ഥാപനം, അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊരു ഒരു 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 കരാർ വ്യവസ്ഥയാണ്, ഒരു ബിസിനസ് സംവിധാനമാണ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും എന്നിട്ട് ആ സാന്തിയാഗോ മാർട്ടിനെ കേരളത്തിൽ നിലനിർത്തിയോ? ഡോക്ടർ തോമസ് ഐസക്കിന് നേതൃത്വം നടത്തിയ യുദ്ധം എന്താണ്? അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എന്തായിരുന്നു? അതിൽ കേന്ദ്ര ഇടപെട്ടത് എങ്ങനെയാണ്? മനു അഭിഷേക് സിംഗ്വി ആർക്ക് വേണ്ടിയാണ് വാദിക്കാൻ വന്നത്? കോൺഗ്രസ്സുകാർ മറന്നുപോയാ? അപ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു ബന്ധമില്ലാത്ത ഇടതുപക്ഷത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കെട്ടുകഥ പറയരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടനെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, എന്നാൽ സുപ്രീം കോടതി നല്ല കാര്യമാണല്ലോ പറഞ്ഞത്, കൊള്ളാം. ആ സുപ്രീം കോടതിയെ അപമാനിച്ചില്ലേ വിശ്വഗുരുവായ നിങ്ങളുടെ ഈ നരേന്ദ്രമോദി? ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്ന ഒരു ഭാഷയെക്കുറിച്ച്, ഞാൻ സന്ദീപ് വാര്യരെ കുറിച്ച് കുറെ കൂടെ ബഹുമാനമുള്ള ആളാണ്. അത് ഈ ഭാഷയല്ലേ പറഞ്ഞുള്ളൂ. സുപ്രീം കോടതിയെക്കുറിച്ച് മോദി എന്നാ പറഞ്ഞത്? നീചമായ ഭാഷയല്ലേ. സന്ദീപ് വാര്യരൊക്കെ എത്രയോ മെച്ചവാ. മോദി എന്താ പറഞ്ഞത്? കുചേലൻ, ഒരു ശകല അവല്. ആരാ കുചേലൻ? സാന്തിയാഗോ മാർട്ടിൻ കുചേലൻ, 1368 കോടിയുടെ അവല്. പിന്നെ മേഘ എഞ്ചിനീയറിംഗ്, അവരാരാണ്? അവർ ഈ നാഷണൽ ഹൈവേയുടെ കരാറുകാരാണ്. അവരെത്രയാണ്? 1200 കോടിയുടെ അവല്. വെറുതെ അല്ല, തുകയല്ല, ഇന്ത്യൻ കറൻസി അല്ല, അവലാണ്. നരേന്ദ്രമോദി അവല് വാങ്ങിക്കുന്നവനാണ്. കുചേലിൻ്റെ കയ്യിൽ നിന്ന് അവല് വാങ്ങിക്കുന്നു, 1200 കോടിയുടെ അവല്. പിന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത് ബയോടെക്, 50 കോടി രൂപയുടെ അവല്. ഇതൊക്കെ വെക്കാൻ നിങ്ങളുടെ കാര്യാലയത്തിൽ സ്ഥലമുണ്ടോ സന്ദീപ് വാര്യരെ? അത് പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞാണോ ചെയ്യുന്നത് അതോ കഴിക്കുകയാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവലാണ്. പിന്നെ എന്താണ്? അംബാനിയുടെ റിലയൻസ്, ആ കുചേലൻ, അംബാനി റിലയൻസ് കുചേലൻ കൊണ്ടുവന്ന് 410 കോടി രൂപയുടെ അവല്. പിന്നെ കേരളത്തിൽ നിന്നൊരു മുതലാളി ഉണ്ടല്ലോ, കീറ്റക്സ് മുതലാളി, 25 കോടി രൂപയുടെ അവല്. വേറെ കുറേ മുതലാളിമാരുടെ പേര് ഞാൻ പറയുന്നില്ല. എന്താ നരേന്ദ്രമോദി പറഞ്ഞത്? ഒരല്പം അവല് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് കുചേലൻ കൊടുത്തു. കുചേലന്മാരാരാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ. ആരാണ് ശ്രീകൃഷ്ണൻ? അത് ഞാൻ തന്നെ, വിശ്വഗുരു. എന്നിട്ട് വിശ്വഗുരുവിൻ്റെ അടുത്ത് അവര് കൊണ്ട് കൊടുത്തു ഉടനെ വിശ്വഗുരു എന്താ ചെയ്തത്? ശ്രീകൃഷ്ണൻ തിരിച്ച് കുചേലിനോട് ചെയ്തത് എന്താണ്? ശ്രീകൃഷ്ണൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്ത് കുചേലിന് കൊടുത്തു. അതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ അംബാനിക്കും അദാനിക്കും വാരി വേറിക്കൊടുത്ത് ഈ രാജ്യത്തെ ജനകോടികളുടെ സമ്പത്ത് മുഴുവൻ ഭാരത് ബയോടെക്കിനും ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിയും വിറ്റ് തുറച്ചിട്ട് വന്ന് നിൽക്കുക. എന്നിട്ടാണ് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാഷാസിദ്ധി പോരാ, ഭാഷാസിദ്ധി പോരാ. മാധു, ഒരു വാക്കൂടെ മാധു. ഇവിടെ കോൺഗ്രസ് നേതാവിന് വർത്തമാനം പറയാൻ യോഗ്യത വേണം, എന്ത് വേണമെന്നറിയോ? എന്നോട് ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ മര്യാദക്കാരനാണ്. കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് BJP നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്ത്, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് ആ 4 വിരൽ കാണും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പണം വാങ്ങിച്ച കമ്പനിയുടെ പേര് പുറത്തു വിടുക. ഇതുവരെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഞാനിവിടെ ഉന്നയിച്ച ഏതെങ്കിലും കമ്പനിയുടെ പേര് പറഞ്ഞോ? റെയ്ഡ് നടത്തിയ കമ്പനി, ആ EDയും ഇൻകം ടാക്സുകാരൻ റെയ്ഡ് നടത്തിയ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് BJP പണം വാങ്ങിച്ചത് നിങ്ങൾ പറഞ്ഞ? കോൺഗ്രസ്സുകാർ പറഞ്ഞ? തത്വം പറയുന്നു. ഒരു തത്വം പറയണ്ട. കോൺഗ്രസും BJPയും കൂട്ടുകച്ചവടക്കാരാണ്. രാഹുൽ ഗാന്ധി മോദിയും കൂട്ടുകച്ചവടക്കാരാണ്. അനിൽകുമാർ, 2 കാര്യങ്ങളിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന്, ഈ പാക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം. രണ്ടാമത്തേത് DMKയുടെ 91% ഫണ്ട് വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു. അങ്ങനെയുള്ള DMK ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത വിവരത്തിൽ 25 കോടി രൂപ CPMന് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അത് തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. അത് തെറ്റാണ് എങ്കിൽ നിങ്ങൾ DMKക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ എന്നും BJP ചോദിക്കുന്നു. ഇവിടെ 2 കാര്യമാണ്. ഈ പാകിസ്ഥാൻ്റെ ഹബ് പവർ കമ്പനി
അവരുടെ കയ്യിൽ നിന്ന് 18/4/2019 ഇങ്ങനെ പണം വാങ്ങിയെന്ന് ഇവർ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത രേഖയിലുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇന്നലെ വൈകുന്നേരം സൈറ്റ് വന്നതാണ്. ഞാൻ അതുകൊണ്ട് പരിശോധിച്ചിട്ട് അതിൽ തെറ്റുണ്ട് തിരുത്താൻ എനിക്ക് ഒരു മടിയില്ല. ശരി, ഓക്കെ. അത് തെറ്റാന്ന് മാധു പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കുന്നത് ഈ പറയുന്ന ചില ദേശീയ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന് അതിന്റെ ആസ്ഥാനം ഡൽഹിയാണ് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങളില്ല. അങ്ങ് പറഞ്ഞോളൂ. അതങ്ങ് മാത്രമല്ല തെറ്റാണെന്ന് നാളെ തെളിയുകയാണെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നിടത്ത് അത് ക്ലിയറാണ്. രണ്ടാമത്തെ കാര്യം അതെ, രണ്ടാമത്തെ കാര്യം DMKയുടെ കാര്യം. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. ഇലക്ഷൻ കമ്മീഷന് DMK കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ DMKയ്ക്ക് കിട്ടിയ സംഭാവനകൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് DMK മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ച കാര്യം പറയുന്നുണ്ട്. അത് CPM-ന് പണം കൈമാറിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. CPM-ന്റെ അക്കൗണ്ടിൽ പണം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുന്നണിയായിട്ട് പണം അവിടെ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ LDF മത്സരിക്കുമ്പോൾ LDF മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചെലവ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പരിശോധിക്കുന്നതിന് ഒരു വ്യക്തത കുറവില്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഞങ്ങളെ CPM-ന് ഇതിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച, പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിച്ച് കേസിൽ പോയ ഒരു പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ ഈ DMKയുടെ ഇക്കാര്യം മതിയോ? അത് ഈ ED റെയ്ഡ് നടത്തിയിട്ടാണോ DMKയ്ക്ക് പണം കിട്ടിയത്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണം DMKയ്ക്ക് കൊടുത്തോ? ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുക. ഈ തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയുടെ പേരാണ് മേഘ എഞ്ചിനീയറിംഗ്. അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള റെയിൽവേ ഫാക്ടറിയിൽ, കോച്ച് ഫാക്ടറിയിൽ റെയിൽവേ കോച്ച് ഉണ്ടാക്കുന്നു. മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. 80 കോടി 110 കോടി 120 കോടി രൂപയാണ് ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് അതിന് ഒരു കോച്ചിന് കൊടുക്കേണ്ടത്. അവർ റെയിൽവേ ഉണ്ടാക്കിയാൽ വെറും 80 കോടിക്ക് ഉണ്ടാക്കും. മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് ചെങ്ങാത്ത മുതലാളിത്തം. ഇതിൻ്റെ പണമാണ് പാപത്തിൻ്റെ ശമ്പളം, മരണമത്രേ. നരേന്ദ്രമോദി 400 എണ്ണുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ തങ്ങളെ വിറ്റ പണമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് മനസ്സിലാക്കും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അടുക്കൽ എം ലിജു, നമ്മൾ ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം താനെയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട് പണം തട്ടിപ്പറിക്കാനുള്ള ഒരു രീതിയാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പാണ്, കരാറുകളിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള സംവിധാനമാണ്. ഇതിപ്പോൾ 15-ാം തീയതി സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി വാദിക്കുന്നു എന്ന ഒരു സമീപനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചു മുമ്പാണ് അങ്ങ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഞങ്ങൾക്ക് എതിർപ്പില്ല, അതിന്റെ സുതാര്യതയെക്കുറിച്ചാണ് ഞങ്ങളുടെ എതിർപ്പ് എന്ന്. ഈ വിവരം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഉണ്ടായിരുന്നോ? ഈ പറയുന്ന നിലപാട് നേരത്തെ ഉണ്ടായിരുന്നോ? ഇലക്ട്രൽ ബോണ്ടുകൾ എന്റെ പാർട്ടിക്ക് വേണ്ട, അത് സുതാര്യമല്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല മാധു. ഇലക്ട്രൽ ബോണ്ടുകൾ എന്നത് പരിഷ്കൃത സമൂഹങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ രാജ്യങ്ങളിലും നിലവിലിരിക്കുന്ന ഒരു സംഭാവന രീതിയാണ്. അപ്പോൾ അതിനെ കോൺഗ്രസ് എതിർത്തിട്ടില്ല. അതിൻ്റെ ആ ആംഗിളാണ് മനസ്സിലാക്കാത്തത്. അതിനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വാദം. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം എന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടന്നു. കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു മഹിളാ കോൺഗ്രസ് നേതാവ്, ഐ തിങ്ക് സുധാ താക്കൂർ എന്നാണ് എനിക്ക് തോന്നുന്നു പേര്, അവർ ഇതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ കക്ഷി ചേർന്നിരുന്നു. കോൺഗ്രസിൻ്റെ പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ നിരവധി സമയത്ത് ഈ ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ ആര് കൊടുത്തു, ആര് വാങ്ങിയതിൻ്റെ കണക്ക് പുറത്തുവിടുമ്പോൾ തന്നെ BJP നടത്തിയ വലിയ അഴിമതി പുറത്തു വരുമെന്ന് പലതവണ കോൺഗ്രസ് നേതാക്കൾ, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മുൻപ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന വാദഗതി എന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് BJP നടത്തിയ വലിയ കൊള്ളയെക്കുറിച്ചാണ്. ഇവിടെ നേരത്തെ മേഘ എഞ്ചിനീയറിംഗ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഈ താനെ ബോറിവാലി ട്വിൻ ടണൽ 14,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. L&T 6,625 കോടി രൂപ കോട്ട് ചെയ്തപ്പോൾ 7,464 കോടി രൂപ കോട്ട് ചെയ്ത മേഘ എഞ്ചിനീയറിംഗിനാണ് വർക്ക് കിട്ടിയത്. ഞങ്ങൾ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന് ഇപ്പോൾ കണക്ക് പുറത്തു വരുന്നതനുസരിച്ച് മേഘ എഞ്ചിനീയറിംഗ് 1,200 കോടി രൂപ കൊടുത്തിരിക്കുന്നു. സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നു. നേരത്തെ ഈ അദാർ പൂനാവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് മാത്രം മോണോപ്പൊളി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത പണം, അതുപോലെ നിരവധി കണക്കുകൾ. അപ്പം ഞങ്ങളിത് തീർച്ചയായിട്ടും ഇത് പുറത്തു വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അല്ല ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള സിസ്റ്റം അല്ല, ഇലക്ട്രൽ ബോണ്ടുകളെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കണക്ക് പൂർത്തിയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്ത് കോൺഗ്രസ് ഇതിന്റെ പരിപൂർണമായ കണക്ക് പുറത്തുവിടും, എന്തൊക്കെ ഭീഷണികൾ നടത്തിയിട്ട്. അതുകൊണ്ടാണ് SP ഇത് പുറത്തുവിടാത്തത്. അതായത് നമ്മൾ ഈ ചർച്ച പൂർത്തിയാക്കുന്ന സമയത്തും 15-ാം തീയതിക്ക് മുമ്പ് ഈ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും അമ്പരപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്.